ഇപ്പോൾ കേരള സംരക്ഷണ യാത്രയുടെ തെക്കൻ മേഖലാ ജാഥ ഏറ്റുമാനൂരിൽ കൊടിയേരി സംസാരിക്കുന്നു. തത്സമയം പ്രസ്ഥാനത്തിൽ ആ നിലപാട് എടുക്കാൻ സാധിക്കുകയുള്ളൂ. പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ സ്ത്രീപദം ഉയർത്തുന്നതിനെ എപ്പോഴും എതിർക്കാറുണ്ട്. സഖാവ് വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായപ്പോഴാണ് നമ്മുടെ സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് നിയമം കൊണ്ടുവന്നു. സഖാവ് പാലോളി മുഹമ്മദ് കുട്ടിയാണ് ആ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അന്ന് കോൺഗ്രസ് അതിനെ എതിർത്തു. അന്ന് കോൺഗ്രസിന്റെ ഒരു മെമ്പർ നിയമസഭയിൽ പറഞ്ഞത് ഞാൻ കേട്ടു, ഇങ്ങനെ പോയാൽ കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസ് മുഴുവൻ സ്ത്രീകളുടെ ഓഫീസായിട്ട് മാറില്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചു. അവരതിനെ എതിർത്തവരാണ്. ഇടതുപക്ഷം ഭരിച്ച ബംഗാളിലും ത്രിപുരയിലുമാണ് 50% സ്ത്രീ പ്രാതിനിധ്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത്. കോൺഗ്രസും ബി.ജെ.പിയും ഇപ്പോഴും അത് നടപ്പാക്കിയില്ല. മറ്റ് സംസ്ഥാനത്തൊക്കെ 33% ഉള്ളൂ സ്ത്രീ പ്രാതിനിധ്യം. കേരളത്തിലാണ് 50%. ഇടതുപക്ഷമാണത് കൊണ്ടുവന്നത്. ലോകസഭയിലും നിയമസഭയിലും വനിതാ പ്രാതിനിധ്യം കൊണ്ടുവരാൻ കോൺഗ്രസും ബി.ജെ.പിയും തയ്യാറാവുന്നില്ല. ഇടതുപക്ഷത്തിന് ഈ കാര്യത്തിലുള്ള സമീപനം വളരെ വ്യക്തമാണ്. സ്ത്രീ പദവി ഉയർത്തിയേ പറ്റുള്ളൂ. ഇപ്പോൾ കേരള നിയമസഭയിൽ 13 MLA-മാർ, 13 ഇടതുപക്ഷമാണ് സ്ത്രീകൾ. UDF-ന് ഒറ്റ സ്ത്രീ ഉണ്ടോ? ലോകസഭയിൽ ജയിച്ചതിൽ ഒരു വനിതയാണുള്ളത്, ഇടതുപക്ഷം, സഖാവ് P.K. ശ്രീമതി ടീച്ചർ. ഇതാണ് ഇടതുപക്ഷം എപ്പോഴും സ്ത്രീ പദവി ഉയർത്താൻ ഇടപെടുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ശബരിമല വിഷയത്തിലും സുപ്രീം കോടതി വിധി ഏറ്റവും ശരിയായിരുന്നു. സ്ത്രീ പുരുഷ സമത്വം ഉദ്ഘോഷിച്ച വിധിയാണ്. സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകേണ്ടവർക്ക് പോകാം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. പക്ഷേ ഈ വിധി വന്നെങ്കിലും ഇടതുപക്ഷം ഒരു സ്ത്രീയെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുത്തിട്ടില്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് പോകാം, ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളൂ. ഇത്തരമൊരു നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷത്തിനെതിരെ വെല്ലുവിളിയുമായി രംഗത്തിറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇടതുപക്ഷത്തെ കാണിച്ചു തരാം എന്നാണ് ഇപ്പോൾ ചിലർ പറയുന്നത്. ഇതിന് ഇടതുപക്ഷത്തിന് എന്തിനാണ് കാണിച്ചു തരുന്നത്? ഇടതുപക്ഷമല്ലല്ലോ ഈ തീരുമാനമെടുത്തത്, സുപ്രീം കോടതിയല്ലേ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനമെടുത്തതിനുള്ള പ്രതിഷേധമാണെങ്കിൽ എങ്ങനെ ഇലക്ഷനിൽ പ്രകടിപ്പിക്കും? സുപ്രീം കോടതി ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. എവിടെയെങ്കിലും സുപ്രീം കോടതി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് പ്രതിഷേധം ഇലക്ഷനിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുക? അതുകൊണ്ട് രാഷ്ട്രീയ യുദ്ധം നടത്താൻ വേണ്ടി ഒരു കാരണം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്, ഇടതുപക്ഷ സർക്കാർ ക്രിസ്ത്യൻ പള്ളികളെ നിയന്ത്രിക്കാൻ പോകുന്നു എന്ന്. അതിനൊരു ചർച്ച ആക്ട് കൊണ്ടുവരാൻ പോകുന്നു എന്നൊരു ചില പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു പുതിയ നിയമവും കൊണ്ടുവരാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. രാജ്യത്ത് നിലവിൽ സഭാ നിയമങ്ങളുണ്ട്, പാർലമെന്റ് പാസാക്കിയ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് പുറമെ ക്രൈസ്തവ സഭകൾക്ക് ആവശ്യമായ ഒരു പുതിയ നിയമനിർമ്മാണവും കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെന്റ് ഇത് വ്യക്തമാക്കി. ഭരണപരിഷ്കാര കമ്മീഷൻ പല നിയമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അത് ഗവൺമെന്റിന് ബാധകമല്ല. കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് അത്തരം ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് നൽകിയിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇവിടെ പ്രചരണത്തിൽ കൊണ്ടുവരും. ഇപ്പോൾ മാർക്സിസ്റ്റ് അക്രമം എന്ന പ്രചാരവേദിയുമായി ഇപ്പൊ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാസർഗോഡ് ഉണ്ടായ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പാർട്ടി അതിനെ തള്ളിപ്പറഞ്ഞു. അതിൽ ബന്ധപ്പെട്ടവരാരായിരുന്നാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്ന് കർശനമായ നിലപാട് സ്വീകരിച്ചു. അക്രമത്തിന്റെ പാത ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുതരം അക്രമ പ്രവർത്തനത്തിനും ആരും പങ്കെടുക്കാൻ പാടില്ല. സമാധാനമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. ഈ ജാഥയിൽ തന്നെ മുന്നോട്ട് വെക്കുന്ന സന്ദേശമാണ് വികസനം, സാമൂഹ്യ പുരോഗതി, സമാധാനം എന്നുള്ളത്. അത് കാസർഗോഡ് സംഭവത്തിന് ശേഷം ആവിഷ്കരിച്ച മുദ്രാവാക്യമല്ല. ഈ ജാഥ തുടങ്ങുമ്പോൾ തന്നെ ആവിഷ്കരിച്ചൊരു മുദ്രാവാക്യമാണ്. എന്നാൽ ഈ സംഭവത്തിന്റെ മറവിൽ പ്രചാരവര ചെയ്ത് കേരളത്തിൽ അക്രമം വ്യാപിപ്പിക്കാനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ വീടുകൾ ആക്രമിക്കുക,
ഓഫീസുകൾ തകർക്കുക, ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ കടകൾ തകർക്കുക. കഴിഞ്ഞ ദിവസം മാത്രം നടന്ന അക്രമത്തിൽ 6 കോടി രൂപയുടെ നഷ്ടം അവിടെ ഉണ്ടായിരിക്കുകയാണ്. അവർ സൃഷ്ടിക്കുന്ന പ്രകോപനത്തിൽ ആരും പെട്ടുപോകരുത്. ആത്മസംയമനം പാലിച്ച് സമാധാനത്തിൽ LDF പ്രവർത്തകന്മാർ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കണം. സമാധാനമുള്ള ഒരു പ്രദേശത്തെ വികസനം ഉണ്ടാവുകയുള്ളൂ. സമാധാനമുണ്ടെങ്കിലേ സാമൂഹ്യ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ പരമപ്രധാനമാണ് സമാധാനം എന്ന് കണ്ടെത്തി ഇടതുപക്ഷ പ്രവർത്തകന്മാർ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സമാധാന ദൗത്യം ഏറ്റെടുക്കണം. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകുന്നത് വളരെ കരുതലോടുകൂടി പ്രവർത്തിക്കണം. പല സർവേ റിപ്പോർട്ടും വരും, അതൊന്നും വിശ്വസിക്കണ്ട. 2004 ഒരു സർവേ റിപ്പോർട്ട് വന്നു, ഇടതുപക്ഷത്തിന് 6 സീറ്റേ കിട്ടുമെന്ന് പറഞ്ഞു, UDFന് 14 കിട്ടുമെന്ന് പറഞ്ഞു. ഫലം ഇടതുപക്ഷത്തിന് 18, UDFന് 1 പക്ഷേ 2004 നിങ്ങൾ ഓർക്കണം, മൂവാറ്റുപുഴ പാർലമെന്റ് സീറ്റ് ത്രികോണ മത്സരത്തിൽ വളരെ ചെറിയ വോട്ടിലാണ് അന്ന് നമ്മുടെ സ്ഥാനാർത്ഥി മൂവാറ്റുപുഴയിൽ സഖാവ് PM ഇസ്മയിൽ തോറ്റുപോയത്. 1000 ചില്ലറ വോട്ടിന് ഒരു പാർലമെന്റ് സീറ്റിൽ അത്രയും വോട്ടുകൾക്കാണ് തോക്കുക എന്ന് ആദ്യം മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നമ്മുടെ സഖാക്കളൊന്ന് ഒത്തുപിടിച്ചിരുന്നെങ്കിൽ, ഒരു ബൂത്തിൽ 2 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ അന്ന് മൂവാറ്റുപുഴ സീറ്റും ഇടതുപക്ഷം ജയിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ അവർക്ക് വലിയ ഭൂരിപക്ഷമില്ലേ എന്ന് കരുതി ചിന്തിക്കരുത്. ഓരോ തെരഞ്ഞെടുപ്പും പുതിയ അധ്യായമാണ്. കോട്ടയത്ത് നമ്മൾ 2004 ജയിച്ചില്ലേ, സഖാവ് സുരേഷ് കുറുപ്പ്. കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊക്കെ തോറ്റപ്പോൾ ഒരിക്കൽ കോട്ടയത്ത് നമ്മൾ ജയിച്ചില്ലേ 1984. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം. കോട്ടയം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ ജയിപ്പിക്കണം. അതുകൊണ്ട് ഇലക്ഷൻ കഴിയുന്നത് വരെ എല്ലാ നമ്മുടെ സഖാക്കളും ജോലിയൊക്കെ കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സമയം 1 മണിക്കൂർ LDFന് വേണ്ടി പ്രവർത്തിക്കണം, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ വിജയം സുരക്ഷിതമായിരിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകാനാണ് ഇത്തരമൊരു യാത്ര ഇവിടെ എത്തിയത്. ഇവിടെ ജാഥയ്ക്ക് നൽകിയ ഉജ്ജ്വലമായ വരവേൽപ്പിന് ജാഥയുടെ പേരിൽ ഹൃദയംഗവുമായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കൊലവിളി പ്രസംഗം. മുഖ്യമന്ത്രിയുടെ കഴുത്തിൽ കത്തിവെക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബാലു കനാലാണ് തൃശൂരിലെ പൊതുവേദിയിൽ കൊലവിളി മുഴക്കിയത്. തൃശൂർ കോർപ്പറേഷന് മുന്നിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ഉപവാസ സമരത്തിലായിരുന്നു കോൺഗ്രസ് നേതാവ് ബാലു കനാൽ മുഖ്യമന്ത്രിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെച്ച് സമാധാനം സൃഷ്ടിക്കുമെന്നും കത്തിയെടുക്കാൻ യൂത്ത് കോൺഗ്രസിന് മടിയില്ലെന്നുമായിരുന്നു ബാലു കനാലിന്റെ കൊലവിളി പ്രസംഗം. യൂത്ത് കോൺഗ്രസ് തൃശൂർ പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറിയും ചേർപ്പ് സർവീസ് സഹകരണ സംഘം ഡയറക്ടറുമാണ് ബാലു കനാൽ. കോൺഗ്രസ് പ്രവർത്തകർ എടുത്താലേ ഈ നാട്ടിലുള്ള കൊലപാതകങ്ങൾ അവസാനിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, പിണറായി വിജയന്റെ കഴുത്തിൽ കത്തിവെക്കാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാവും, യാതൊരു സംശയവും വേണ്ട. പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ സംസ്ഥാനമാകെ ആക്രമണം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നടപടി അപലപനീയമെന്ന് LDF കൺവീനർ A വിജയരാഘവൻ പ്രതികരിച്ചു. കേരളത്തിൽ ബോധപൂർവം അക്രമ പരമ്പരകൾ കെട്ടഴിച്ചു വിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഹർത്താലിന്റെ മറവിൽ തന്നെ വലിയ തോതിലുള്ള ആക്രമണ പ്രവർത്തനങ്ങൾ അവർ കെട്ടഴിച്ചു വിടുകയുണ്ടായി. ഒരു പ്രാദേശികമായി സംഭവിച്ച നിർഭാഗ്യകരമായ ഒരു സംഭവത്തെ സംസ്ഥാനാടിസ്ഥാനത്തിന്റെ വിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വേണ്ടിയും രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയും ദുർവിനിയോഗം ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസിനെ കയറൂരി വിട്ടുകൊണ്ട് ഇത്തരം പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം നിയമസമാധാനവുമായി ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ പോലീസ് വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെട്ട ഒരു സംഭവത്തെ കുറിച്ചാണ്, അതിൽ നിന്ന് രൂപപ്പെട്ട വിഷയങ്ങളെ കുറിച്ചാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാലു കനാലിന്റെ കൊലവിളിയെക്കുറിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ് പീപ്പിൾ TVയോട് പറഞ്ഞു. അല്ല, അതിനകത്ത് ഞാനിന്ന് രാവിലെ പത്രത്തിൽ അത് വായിച്ച ഉടനെ തന്നെ ഞാൻ അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃശൂർ പാർലമെന്റ് പ്രസിഡന്റിനോട് ഞാൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ശൈലിയല്ല. വെല്ലുവിളി പ്രസംഗം അല്ലെങ്കിൽ ഭീഷണി പ്രസംഗം എന്നൊക്കെ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ശൈലിയില്ല. ഞങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാകും. കാസർഗോഡ് വിഷയത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കനത്ത ആക്രമണങ്ങളും കലാപങ്ങളുമാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അഴിച്ചുവിട്ടത്. ഇതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മുഖ്യമന്ത്രിക്കെതിരായ കൊലവിളി പ്രസംഗം. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കുമെന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ എന്ന് കോടിയേരി ചോദിച്ചു. RSSന്റെ അതേ വഴികളിൽ കോൺഗ്രസും സഞ്ചരിക്കുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇന്നലെ നിങ്ങൾ കേട്ടില്ലേ, യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും. ഇത് കേരളത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും യൂത്ത് കോൺഗ്രസ്. ഇത് ഉമ്മൻചാണ്ടി ഇത് അംഗീകരിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയുടെ കഴുത്തിന് കത്തിവെക്കും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഇത് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? കലാപമുണ്ടാക്കാനാണ് ഇത്തരം പ്രഖ്യാപനം നടത്തുന്നത്. കാസർഗോഡ് പെരിയയിൽ കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പേരിൽ സംസ്ഥാന വ്യാപക അക്രമത്തിന് കോൺഗ്രസിന്റെ നീക്കം. ആക്രമണത്തിന് നേതാക്കൾ തന്നെ അണികൾക്ക് ആഹ്വാനം നടത്തുന്നു. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേതാക്കളെയും എല്ലാം അധിക്ഷേപിക്കാനും നീക്കം നടക്കുന്നു. പെരിയ കൊലപാതകത്തെ തുടർന്ന് ശക്തമായി പ്രതികരിക്കാനാണ് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിലൂടെ അണികൾക്ക് ആഹ്വാനം നൽകിയത്. എന്തുവന്നാലും അണികളെ സംരക്ഷിക്കുമെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചിരുന്നു. ഈ ആഹ്വാനത്തിന് പിന്നാലെയാണ് പൈവളികളിൽ CPIM സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും കടകൾക്കും വാഹനങ്ങൾക്കും നേരെ വ്യാപക ആക്രമണം ഉണ്ടായത്. വേണ്ടിവന്നാൽ കോൺഗ്രസ് പ്രവർത്തകർ നിയമം കയ്യിലെടുക്കുമെന്ന് കെ മുരളീധരൻ കാഞ്ഞങ്ങാട് പ്രഖ്യാപിച്ചിരുന്നു. എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. പി കരുണാകരൻ MP ഉൾപ്പെടെ CPIM നേതാക്കൾ പെരിയയിൽ ആക്രമണം നടന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോൾ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചതും നേതാക്കളുടെ ഈ പ്രസ്താവനകളിൽ ആവേശം കൊണ്ടാണ്. കണ്ണൂരിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് നിരന്തരം പെരിയ സന്ദർശിച്ച് ആക്രമണങ്ങൾ സംഘടിപ്പിക്കുവാൻ പ്രോത്സാഹനം നൽകുന്നതായും ആരോപണമുണ്ട്. മന്ത്രി E ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് പ്രവർത്തകർ അധിക്ഷേപിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി വന്നാൽ അദ്ദേഹത്തിന് മേൽ ചാണകവെള്ളം ഒഴിക്കാൻ സ്ത്രീകളെ ഒരുക്കി നിർത്തിയതായും റിപ്പോർട്ടുണ്ട്. പ്രമുഖ മലയാള ടെലിവിഷൻ ചാനലിന്റെ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടർ കോൺഗ്രസ് നേതൃത്വവുമായി ചേർന്ന് സംഘർഷം സൃഷ്ടിക്കുന്നതിനുള്ള വാർത്തകൾ ആസൂത്രണം ചെയ്തുവെന്ന ആരോപണവും ശക്തമാണ്. മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ നടന്ന നീക്കവും കല്യോട്ട് ഇന്നലെ സംഘർഷം സൃഷ്ടിച്ചതും സംസ്ഥാന വ്യാപക അക്രമം ലക്ഷ്യമിട്ടാണ്. വരും ദിവസങ്ങളിലും സമാന ശ്രമങ്ങൾ സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്രൈംബ്രാഞ്ച് മേധാവിയോടൊപ്പം പെരിയ സന്ദർശിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. അന്വേഷണത്തിൽ രാഷ്ട്രീയം നോക്കില്ലെന്നും ബെഹ്റ പ്രതികരിച്ചു. പ്രൊഫഷണലി വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ട് അന്വേഷണം നടത്തണം. ആൻഡ് പുട്ട് ദ ബെസ്റ്റ് പീപ്പിൾ. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്തെങ്കിലും ഉണ്ട് ഞാൻ പോവും. ഞാൻ ADG ക്രൈം വന്ന ശേഷം ADG ക്രൈം ഇന്ന് രാത്രിയിൽ നാളെ രാവിലെ വരുന്നുണ്ട്. വിദേശിലാണ് അദ്ദേഹം. അപ്പോൾ വരുമ്പോൾ ശേഷം ഞങ്ങൾ പോയി നോക്കാം. പിന്നെ വി വിൽ ഡു എ പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷൻ. സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനന് നേരെ യൂത്ത് കോൺഗ്രസുകാരുടെ ആക്രമം. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപമായിരുന്നു സംഭവം. സാഹിത്യ ശില്പശാലയിൽ പങ്കെടുത്ത് മടങ്ങുന്ന വഴി വാഹനം തടഞ്ഞു നിർത്തിയാണ് യൂത്ത് കോൺഗ്രസുകാർ കയ്യേറ്റത്തിന് ശ്രമിച്ചത്. സാഹിത്യ അക്കാദമി സെക്രട്ടറിക്ക് നേരെ കരുനാഗപ്പള്ളിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ സാംസ്കാരിക നായകന്മാർ അപലപിക്കുന്ന മൗനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി KP മോഹനെ വഴിയിൽ തടഞ്ഞ വാഴപ്പിണ്ടി സമർപ്പിച്ചതും കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചതും. നട്ടലിന് പകരം വാഴപ്പിണ്ടിയുമായി നടക്കുന്ന സാംസ്കാരിക നായകർ കരുനാഗപ്പള്ളിയിലെ മണ്ണിൽ കയറിയാൽ യൂത്ത് കോൺഗ്രസ് വഴിയിൽ തടയുമെന്ന് നേതാക്കൾ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിബു S തുടിയൂർ, CO കണ്ണൻ, KS പൂരം സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. RSS ഭീഷണിയെ തുടർന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പോലീസ് സംരക്ഷണയിൽ. കുരീപ്പുഴയുടെ വീട്ടിലും പോലീസ് കാവലേർപ്പെടുത്തി. വർഗീയതയ്ക്കെതിരായി തന്റെ നാവ് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് കുരീപ്പുഴ പ്രതികരിച്ചു. 19 ദിവസമായി കവി കുരീപ്പുഴ ശ്രീകുമാർ ഇങ്ങനെ പോലീസ് സംരക്ഷണയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. വർഗീയവാദികൾക്കെതിരെ ശബ്ദമുയർത്തിയതിനായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള വധഭീഷണി. ഈ ഭീഷണിക്ക് മുന്നിൽ വകവെച്ചു കൊടുക്കുമോ? എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്? അങ്ങനെ വകവെച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ. കാര്യം ഞാൻ ജനിച്ച മണ്ണാണ് ഇന്ത്യ, അല്ലെങ്കിൽ കേരളം. എനിക്ക് മുമ്പിൽ സഹോദരൻ അയ്യപ്പനടക്കം ഒരുപാട് ആളുകളുണ്ട്. അയ്യങ്കാളിയും വൈകലപ്പച്ചനും അടക്കം ഒരുപാട് ആളുകളുണ്ട്. പണ്ഡിറ്റ് KP കറുപ്പന്, സഹോദരൻ അയ്യപ്പൻ, ധാരാളം ആൾക്കാരുണ്ട്. ഇവരുടെ ചരിത്രം ചങ്ങമ്പുഴയുണ്ട്, വയലാറുണ്ട്, തിരുനെല്ലൂരുണ്ട്, വൈലപ്പള്ളിയുണ്ട്. ഇങ്ങനെയുള്ളൊരു വലിയ നീണ്ട നിര എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും സംഘം എൻ്റെ മനസ്സിൽ, സാംസ്കാരിക മനസ്സിലുണ്ട്.
പിന്നെ ഞാനിത് വകവെച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരിക്കലും വകവെച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരു ഈ വർഗീയവാദത്തിനെതിരായിട്ടുള്ള താങ്കളുടെ സ്വതസിദ്ധ ശൈലിയിലുള്ള ഒരു പ്രതികരണം എടുക്കാം. വാക്ക് എരിയുന്നോരടുപ്പിൽ നിന്നും തീക്കനൽ കോരി ഞാൻ തിന്നിടുമ്പോൾ പൂക്കുന്നതെന്താണ് കൂട്ടുകാരി, ഓർക്കാപ്പുറത്തൊരു ചെമ്പരത്തി. വർഗീയവാദികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കവി കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഈ കവിത. കുരീപ്പുഴയുടെ വീട്ടിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്തിയോടിനൊപ്പം രാജ്കുമാർ.